ജിമ്മിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ തടി കുറയ്ക്കാനോ സിക്സ് പാക്ക് ആക്കാനോ തടി കൂട്ടാനോ ഉള്ളതല്ല. അപ്പോൾ തടി കൂട്ടാൻ ജിമ്മിൽ പോണവരുണ്ട്, തടി കുറയ്ക്കാൻ പോണവരുണ്ട്, സിക്സ് പാക്ക് ആക്കാനും പോണവരുണ്ട്. അപ്പോൾ ജിമ്മിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ഇത്ര കാര്യങ്ങളല്ല. നമ്മൾ റെഗുലർലി ഫിറ്റ് ആവുക, ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടാവുക. മോറോവർ ഇപ്പോൾ രാവിലെ നടക്കാൻ പോണവരുണ്ട്, ഓടാൻ പോണവരുണ്ട്. അത് ഫിറ്റ്നസ് എല്ലാം എന്നല്ല, പക്ഷേ ഇത് മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. സെഡൻഡറി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, ഇപ്പോൾ ഇരുന്ന് ജോബ് ചെയ്യുന്ന IT ഫീൽഡ് അല്ലെങ്കിൽ ബാങ്ക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, അതല്ല കാഷറിൽ ഇരിക്കുന്നവർ, അക്കൗണ്ടൻസ്. അപ്പോൾ ആദ്യത്തെ യങ് ഏജിലോ അല്ലെങ്കിൽ മിഡ് ഏർലിയിലോ ഒന്നും പ്രശ്നം ഉണ്ടായിന്ന് വരണമെന്നില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു 40 years ഒക്കെ കഴിയുമ്പോഴത്തേനും ബോൺ മാസ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മസിൽ ലോസ് വന്നു തുടങ്ങും. അപ്പോൾ ഇത് വന്നു തുടങ്ങുമ്പോഴാണ് നമ്മളെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ലോഡ്, കുറേ നേരം ഇരിക്കുന്ന ലോഡ്, അല്ലെങ്കിൽ ചില IT ആൾക്കാരൊക്കെ ഈ നോക്കിയാൽ കാണാം ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ കുറേ നേരം 8 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല വരെ പ്രശ്നം. അത്രയും നേരം ഇരിക്കാൻ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഇല്ലാത്ത പ്രശ്നം. നമ്മളെ ബോഡിക്ക് ഉണ്ടാവുന്ന സ്ട്രെങ്ത് ലോസ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ജിം അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ജിം യൂസ് ചെയ്യുക, ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ജിമ്മിൽ റെഗുലറായി എക്സസൈസ് ചെയ്യുക. വീക്കിലി ഒരു റൈസോ അല്ലെങ്കിൽ ഒരു 4 times എങ്കിലും കുറഞ്ഞത് എന്ത് ചെയ്യുക, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. എല്ലാത്തിനും, ഈവൻ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാം, ഡയബറ്റിക് ഇല്ലാതെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇല്ലാതെ നോക്കാനൊക്കെ പറ്റിയ ഒരു ആപ്റ്റായ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാന്നുള്ള ജിമ്മാണ്. ജിം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ഒരു തടി കുറയ്ക്കാനോ തടി കൂട്ടാനോ മാത്രമുള്ളതല്ല.